PB അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഇനി അവരെ കാത്തിരിക്കുന്നത് കോടതി വ്യവഹാരത്തിന്റെ നൂലാമാലകളാണ്. ഇപ്പോഴത്തെ നിയമനം സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയുടെ അന്തിമ വിധിക്ക് അനുസരിച്ച് മാത്രമായിരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥലം മാറ്റിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയ്ക്ക് കോഴിക്കോട് തന്നെ നിയമനം നൽകിയെങ്കിലും അത് താൽക്കാലികം മാത്രമാണ് എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന സൂചന. കാരണം ഏപ്രിൽ 4-നാണ് സർക്കാർ ഈ വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. എന്നാൽ വലിയ പ്രതിഷേധമുയർന്ന ഘട്ടത്തിൽ നിലവിൽ അനിതയ്ക്ക് നിയമനം നൽകി സർക്കാർ ഉത്തരവിട്ട കാര്യം പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയെ അറിയിക്കും. ഇപ്പോഴത്തെ നിയമനം സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയുടെ അന്തിമ വിധിക്കനുസരിച്ച് മാത്രമായിരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജി കോടതി പരിഗണിക്കുമ്പോൾ അനിതയ്ക്കെതിരായ വാദങ്ങളാവും സർക്കാർ ഉന്നയിക്കുക. അനിതയ്ക്ക് നിയമനം നൽകേണ്ട നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ നിലവിൽ നിയമനത്തിന് യോഗ്യതയുള്ള 18 പേരുണ്ട്. ഇതിൽ കൂടുതൽ പേരും ദീർഘകാലമായി കോഴിക്കോടിന് പുറത്ത് ജോലി ചെയ്തവരാണ്. അവർക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 18 പേരുടെയും അപേക്ഷകളും ഹർജിക്കൊപ്പം ചേർത്തിട്ടുണ്ട്. ഹൈക്കോടതി നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഈ വസ്തുതകൾ ഹാജരാക്കാനായിരുന്നില്ല. ഇക്കാര്യത്തിൽ തുല്യനീതിയുടെ ലംഘനമുണ്ടെന്നും സർക്കാർ ഇനി വാദിക്കും. ഇക്കാര്യത്തിൽ കോടതി നിലപാട് നിർണായകമാകും. കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായിട്ടില്ലെങ്കിൽ അനിത വീണ്ടും ശിക്ഷാ നടപടി നേരിടേണ്ടി വരും. മാത്രമല്ല ഭാവിയിൽ രാഷ്ട്രീയമായും അവർക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അമൃത ന്യൂസ്, കോഴിക്കോട്.